വയനാട് നെടുമ്പാല എസ്റ്റേറ്റിൽ കുടുങ്ങിയ പുലിയെ മയക്കോട് വെച്ച് പിടികൂടി. ആരോഗ്യ പ്രശ്നങ്ങളുള്ള പുലിയെ വൈത്തരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി പുലിക്ക് ചികിത്സ നൽകിയ ശേഷം വനത്തിലേക്ക് വിടാനാണ് തീരുമാനം. എസ്കേൻ അവിടെ ഒന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, പുലി ഹെൽത്തിയാണോ? ഹാഷ്മി, SKN ഒപ്പം തന്നെ വിജയകുമാർ, ഞാൻ നിൽക്കുന്ന പുലിയെ പിടികൂടിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. നെടുമ്പാല എസ്റ്റേറ്റാണ്. നെടുമ്പാല എസ്റ്റേറ്റിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു വേലി. ആ വേലിക്ക് തൊട്ട് താഴെയായി കേബിൾ കെണിയാണ് വെച്ചിരുന്നത്. അത് പുലിക്കായി വെച്ചതല്ല, മറ്റേതെങ്കിലും ഒരുപക്ഷെ കാട്ടുപന്നി, മാൻ, അത്തരം സാധനങ്ങൾക്കാകാം വെച്ചിരിക്കുക. എന്തായാലും അതിനകത്താണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലി ഇവിടെ കുടുങ്ങുകയായിരുന്നു. രാവിലെ ഇവിടേക്ക് വന്ന തൊഴിലാളികളാണ് പുലി ഇങ്ങനെ കാൽ കുരുക്കിട്ട് ഇങ്ങനെ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു. അതിനുശേഷം DFO അജിത് കെ രാമനെത്തി. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ RRT സംഘം, അതായത് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം, ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണു, ഒപ്പം വനംവകുപ്പിലെ ജീവനക്കാരായിട്ടുള്ള അഖിൽ അടക്കമുള്ള ആളുകൾ, അവരുടെ നേതൃത്വത്തിലുള്ള സംഘം, ലിനോ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി. പിന്നീട് ആലോചിച്ചത് മയക്കുവെടി വയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളായിരുന്നു. വേഗത്തിൽ തന്നെ സംഘം സജ്ജമായി 2 തവണ മയക്കുവെടി വെച്ചു. ഇതിനുശേഷം പുലിയെ ഇവിടെ നിന്ന് നേരെ ഈ വലയിലാക്കി ഇതിന് തൊട്ടു താഴെ, അതായത് ട്രാക്ടർ ഇവിടേക്ക് എത്തുകയില്ല, അതുകൊണ്ട് തന്നെ തൊട്ടു താഴെയാണ് ട്രാക്ടർ സജ്ജീകരിച്ചിരുന്നത്. അവിടേക്ക് ആ ട്രാക്ടറിനകത്തേക്കാക്കി അതിനുശേഷം ഇപ്പോൾ വൈത്തിരിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വൈത്തിരിയിൽ അതിൻ്റെ ഒരു ആരോഗ്യക്ഷമതയുടെ പരിശോധന ഉണ്ടാകും. ഇവിടെ വെച്ച് ഡ്രിപ്പ്, മറ്റ് മരുന്നുകൾ, ഇതെല്ലാം തന്നെ വനം വകുപ്പ് നൽകി. അതിനുശേഷം അത് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ, 1.5 വയസ്സുള്ള ആൺപുലിയാണ് പിടിച്ചത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ ആൺപുലിയെ നേരെ വനത്തിൻ്റെ ഉൾവനത്തിലേക്ക് തുറന്നുവിടാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത് നേരത്തെ പുലി സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നത് കാടുകളാണ്. കാടുകളിൽ നിന്ന് ഇവിടേക്ക് പുലിയടക്കം, പുലി മാത്രമല്ല മാനും ഒപ്പം പന്നിയും ഉൾപ്പെടെയുള്ളവ നിരന്തരം ഇറങ്ങി വരുന്ന ഒരവസ്ഥ ഈ തോട്ടം മേഖലയിൽ ഉണ്ടെങ്കിൽ പിന്നെ പിറകോട്ട് നടക്കുന്ന എന്തിനാ അല്ലേ? നടന്നു പോയി പുലിയുടെ വായിലോട്ട് കയറാനോ? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നേരെ റോഡിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് അത്ര ധൈര്യമായി നടത്തുന്നത്. നേരെ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോയാൽ അപ്പൊ ഇതിൽ ഏത് ഭാഗമാണ് വൾണറബിൾ ആയിട്ടുള്ളത്, വീക്കായിട്ടുള്ള പുലി വരാൻ സാധ്യതയുള്ളത്? അങ്ങോട്ട് പോകണ്ട. ഇല്ല, ഒരിക്കലും സ്കേൻ അങ്ങോട്ടല്ല പോകുന്നത്. ഞാൻ നേരെ ഇത് കഴിഞ്ഞ റോഡാണ്, ആ റോഡ് കടന്ന് നേരെ അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പായി തീർച്ചയായും ആ ഒരു ജാഗ്രത നമ്മൾ പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനംവകുപ്പിന്റെ ഈ ഓപ്പറേഷൻ നടക്കുമ്പോഴൊക്കെ നമ്മൾ മാറി കൃത്യമായ രീതിയിൽ അവരുമായി സഹകരിച്ച്, ഒരുപക്ഷെ ഇത് വെടി കൊണ്ടാൽ അപ്പം തന്നെ ഒരുപക്ഷെ ഇത് പാഞ്ഞു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരം അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ. പക്ഷേ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വനംവകുപ്പ് ആളുകളെ ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റിയിരുന്നു. ആ കൂട്ടത്തിൽ നമ്മളും മാറി നിന്നുകൊണ്ട് പൂർണ്ണമായും വനംവകുപ്പിന്റെ ദൗത്യത്തോട് സഹകരിക്കുന്ന നിലപാടാണ് കാണിച്ചത്. പല ഘട്ടങ്ങളിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകൾ, ഇപ്പോൾ പുലിയായും കടുവയായും ആനയായും ഒക്കെ ഇത് നിരന്തരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ RRT സംഘവും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായൊക്കെ നല്ല ബന്ധമാണ്. അവർ പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ പാലിച്ചുകൊണ്ട് നമ്മൾ മാറി നിന്ന് കൃത്യമായ ദൃശ്യങ്ങൾ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കേൻ, എന്തായാലും ഒരു പുലിയെ ഇവിടെ പിടികൂടിയിട്ടുണ്ട്. പലരും ഇവിടെ നിന്ന്, നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അവർ പെട്ടെന്ന് ഇവിടെ സൗണ്ട് കേട്ടപ്പോൾ നിർത്തിയാ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുലി എടുത്ത് പിടിച്ചോണ്ട് പോകുന്ന കണ്ടു, വണ്ടിക്ക് അത് പോകുന്ന കണ്ടു അവിടുന്ന്. പിന്നെ ഇവിടെ പുലിയുടെ സ്മെല്ല് ഭയങ്കര മൂക്കിലേക്ക് അടിച്ച് പുല്ല് അവിടെ നിന്ന് പിടിച്ചോണ്ട് വളരെ സ്മെല്ലുണ്ട്. യാത്രക്കാരാണ്, യാത്രക്കാര് ഇവിടെ ഇങ്ങനെ ശബ്ദം കേട്ട് ബഹളം കേട്ട് ഇവിടേക്ക് എത്തിയതാണ്. എന്തായാലും SKN, ഞാൻ ആ റോഡിലേക്ക് എത്തി നേരെ അവിടെ ഒന്ന് കയറി പോകാമെന്നാണ് കരുതുന്നത്. എന്തായാലും പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്, നിരന്തരം പുലി ഇറങ്ങാറുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു കാര്യം കൂടി, ഈ പുലിയുടെ മണമടിച്ചെന്ന് പറഞ്ഞല്ലോ, ഈ പുലിയുടെ ഗന്ധമൊന്നും അനുഭവിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഇതൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ആ ഗന്ധം ഫീൽ ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അത് ഗന്ധം പറഞ്ഞു കൊടുക്കൽ പ്രായോഗികമല്ല, ഒരു മണമല്ല, ഒരു പക്ഷേ ആനച്ചൂര് പോലൊക്കെ ഉള്ളതാണ്. നമുക്ക് പറയാനല്ലോ, വേണമെങ്കിൽ ഉലുവയുടെ മണം പോലെ ഇരിക്കും. ആനച്ചൂര് അതുമല്ല,
ആനച്ചൂര് പോലെയല്ല ഒരു വൃത്തികെട്ട മണമാണ് അത്. കടുവയുടെ മണം കുറച്ചുകൂടി രൂക്ഷമാണ്. അത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരന്തരം ഈ കടുവയൊക്കെ ഇറങ്ങുന്ന മേഖലയായതിനാൽ പലപ്പോഴും ഈ ദൗത്യം കണ്ടതിന് ശേഷം കൂട്ടിലാക്കിയ ശേഷം നമ്മളിത് കാണാറുണ്ട്. അതിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ പോലും ഒരു വൃത്തികെട്ട മണം തന്നെയാണ്. എന്തായാലും അത് അത്ര സുഖകരമായ മണമല്ല. ആ മണമുണ്ട് എന്നുള്ളത് നേരത്തെ സുഹൃത്ത് തിരുവമ്പാടിക്കാരനാണ് ആൾ വിശേഷിപ്പിച്ചത്. അവിടെ വന്നു, ആ മണം എടുത്തു, അതിനുശേഷം ആൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ മാറി നേരെ റോഡിലൂടെ കയറി നേരെ മേപ്പാടി വഴി ഇനി ഓഫീസിലേക്കാണ് പോകുന്നത്. എസ് കെ ഓക്കെ, താങ്ക് യു. സുർജിത്ത് കുറെ വിഷമിച്ചു പോയി. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ നട്ടുവെച്ച നേരത്തെ ചോദിച്ചല്ലേ.